കഥയും കൽപ്പനികയും കെട്ടുപിണഞ്ഞു കിടക്കുന്ന എച്ചിക്കാനം തറവാടിനെ പരിചയപ്പെടുത്തുകയാണ് സാഹിത്യകാരൻ സന്തോഷ് എച്ചിക്കാനം. ഇനി കഥയിലേക്ക്. ഹലോ, ഞാൻ സന്തോഷ് എച്ചിക്കാനം. ഞാനിവിടെ പറയുന്നത് വളരെ 4 വർഷങ്ങൾക്ക് മുമ്പുള്ള ഭയപ്പെടുത്തുന്ന ഒരു പ്രേതാനുഭവത്തെ പറ്റിയാണ്. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുക. ബെൽ ബട്ടണും അമർത്തുക. ഇനി കഥയിലേക്ക്. എൻ്റെ തറവാട്ടിൽ പുതിയ താമസക്കാർ വന്നു. കുടുംബസമേതമാണ് അവർ വന്നത്. അങ്ങനെ ഈ തറവാട് വാങ്ങുവാനായി അവരിവിടെ വന്നതും ഞാൻ അവരോട് മുകളിലെ മുറി മാത്രം തുറക്കരുതെന്ന് കത്തും എഴുതി വെച്ചിട്ട് പോയി. എൻ്റെ ഫോൺ നമ്പറും ഞാൻ കൊടുത്തിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യ ദിവസം ഒരു കുഴപ്പവും ഉണ്ടാകാതെ പോയി. 3 മാസം പിന്നിട്ടപ്പോൾ ഒരു പ്രഭാത സമയത്ത് ഒരു പെൺകുട്ടി അവിടെ വന്നു. അവളുടെ പേര് രഞ്ജിനി എന്നായിരുന്നു. ഞങ്ങൾ പ്രഭാത ആഹാരം കഴിക്കുമ്പോൾ അവൾ അവിടെ വന്നിട്ട് എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. വിഭവങ്ങളെല്ലാം സ്വാദിഷ്ടം. അങ്ങനെ അവൾ പോയതിന് ശേഷം ഞങ്ങളുടെ കുട്ടികൾ TV കാണാൻ തുടങ്ങി. രാത്രി അത്താഴത്തിന് ശേഷം എപ്പോഴോ ഉറങ്ങി. അങ്ങനെയിരിക്കെ അർദ്ധരാത്രിയായതും ഞങ്ങൾ എല്ലാവരും മുകളിലത്തെ മുറിയിൽ കയറി വാതിൽ തുറന്ന് അകത്ത് കയറി. എന്നിട്ട് ഒരു കുടം ഇരിക്കുന്നത് കണ്ടു. ആ കുടം തുറന്നതും അവയുടെ ഉള്ളിൽ നിന്ന് പുകച്ചുള്ളുകൾ വരുവാൻ തുടങ്ങി. എവിടെ നിന്നോ മുല്ലപ്പൂക്കളുടെ ദുർഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി. പെട്ടെന്ന് എവിടെ നിന്നൊരു കുറുക്കന്മാരുടെ